Good evening, all. Welcome all to the day 4 of Cloud Elevate. ഇന്നലെ നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് അബൌട്ട് കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് അഷ്യൂർ AI വിഷൻ. ഐ ഹോപ്പ് എവരി വൺ എൻജോയ്ഡ് ദ സെഷൻ ഓൺ എസ്റ്റർഡേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിലോട്ടാണ് പോകുന്നത്. ദ ടോപ്പിക്സ് ലൈക്ക് ടെക്സ്റ്റ് അനാലിസിസ്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, അപ്പം എങ്ങനെയാണ് ഗൂഗിൾ സിറി അതുപോലെയുള്ള ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, അഷ്യൂർ AI സ്പീച്ച്, അതൊക്കെ നമുക്കിന്ന് നോക്കാം. പിന്നെ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡിങ്സിന് വേണ്ടി നോക്കിയിരിക്കല്ലേ, ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവരും നാളെയും ജോയിൻ ചെയ്യണം. കാരണം നമുക്ക് ഈ പ്രൂഫൊക്കെ മൈക്രോസോഫ്റ്റിന് ഷെയർ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട പ്രീമിയം അവർ ഇഷ്യൂ ചെയ്ത് തരുന്നത്. അപ്പം 7 days കൺസിസ്റ്റൻറ്റ് പാർട്ടിസിപ്പേഷൻ ആദ്യം പറഞ്ഞ പോലെ ഉണ്ടാവണം. So we can start this session. Over to you, Shreya. Thank you, Jacob. Good evening, all. This session is organized by Microsoft Learn Student Ambassador in collaboration with IEEE Computer Society Student Chapter LBS-CK. So today we will be diving through Microsoft Azure AI Fundamentals Natural Language Processing. The main agenda of today's session is to discuss about the fundamentals of text analysis with language service, fundamentals of question answering with language services, fundamentals of conversational language understanding, fundamentals of Azure AI speech, fundamentals of language translator, demo, and conclusion. Fundamentals of text analysis with the language service. So, ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നേ ഇന്നലെ എന്ത് ഡിസ്കസ് ആക്കിയെന്ന് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ? Guys, please do respond. Anybody please do respond. Just ബ്രീഫ് ആയിട്ട് ഇന്നലെ നമ്മൾ എന്താ ഡിസ്കസ് ആക്കിയെന്ന്. Mute and response. Give a response, please. കുറച്ചുകൂടി ഇന്ററാക്റ്റീവ്. ആരും പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം. ഇന്നലെ നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ ഗുഡ് OCR ഡിസ്കസ് ആക്കിന്, പിന്നെ വിഷൻ സ്റ്റുഡിയോ ഡിസ്കസ് ആക്കിന്, പിന്നെ വിഷൻ സ്റ്റുഡിയോയിലുള്ള കുറെ കേപ്പബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ആക്കിന്. So today we will be discussing about let's go through today's session introduction. In order for computer system to interpret the subject of text in similar ways humans do, they use natural language processing. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തന്നെ വേറൊരു സബ് ഡിവിഷൻ ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് റിട്ടൺ ഓർ സ്പോക്കൺ ലാംഗ്വേജ് ആൻഡ് റെസ്പോണ്ട്. അതായത് ആ മെഷീൻ it has capability to understand what's written or what we speak, and it can also give response. The text analysis describes the NLP process that extract information from unstructured text. Azure AI Language, it is a cloud-based service that includes features for understanding and analyzing text. Azure AI Language includes features like sentiment analysis, key phrase identification, text summarization, and conversational language understanding. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആഷ്വറിൽ ഇംപ്ലിമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ആഷ്വർ ലാംഗ്വേജ് സ്റ്റുഡിയോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ടെക്സ്റ്റ് അനാലിസിസ്. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ദിസ് ഇസ് എ ഫ്ലോ ചാർട്ട് ഓഫ് ദാറ്റ് പ്രൊസീജിയർ. ആദ്യം റോ ടെക്സ്റ്റ്. ആ റോ ടെക്സ്റ്റിനെ പ്രീ പ്രോസസ് ചെയ്തിട്ട് അത് ടോക്കണൈസ് ചെയ്യും. റോ ടെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് ടെക്സ്റ്റ് ഐ ആം എ ഹ്യൂമൻ ബീങ്. ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ടോക്കൺ ആയിട്ട് സ്പ്ലിറ്റ് ആക്കും. ഐ ഒരു ടോക്കൺ, ആം ഒരു ടോക്കൺ, എ ഒരു ടോക്കൺ, ഹ്യൂമൻ ഒരു ടോക്കൺ, ബീങ് ഒരു ടോക്കൺ. എന്നിട്ട് അതിനെ ലാംഗ്വേജ് മോഡൽ വെച്ചിട്ട് ട്രെയിൻ ചെയ്യും.
you can fine tune any of the LLMs or you can create your own customized model. ഈ ക്രിയേറ്റ് ആക്കിയ ലാംഗ്വേജ് മോഡലിൽ നമുക്ക് ടെക്സ്റ്റ് അനാലിസിസ് ചെയ്യാം, പിന്നെ ലൈക്ക് ഒരു ബോട്ട് ഉണ്ടാക്കാം, പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഡോക്യുമെന്റ് സമ്മറൈസേഷൻ, പിന്നെ മെഷീൻ ട്രാൻസ്ലേഷൻ, അതായത് ഒരു ലാംഗ്വേജ് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, and much more. Getting started with text analysis. Azure AI language is a part of Azure AI service. It can perform advanced NLP over unstructured text. Azure AI language text analysis feature include named entity recognition. It can identify people, places, event, and more. This feature can be customized to extract custom categories. Entity linking identifies known entities together with a link to Wikipedia. അതായത് നിങ്ങളിപ്പോൾ ലൈക്ക് ഒരു ചാറ്റ് ബോട്ട് ഇൻഫർമേഷൻസ് ഒരു ചാറ്റ് ബോട്ട് തന്ന റെസ്പോൺസ്, ലൈക്ക് ആ റെസ്പോൺസിന് ലൈക്ക് അത് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് വിക്കിപീഡിയ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഐഡന്റിഫൈ information detection. It identifies personally sensitive information, including personal health information. Like നമുക്കിപ്പം ലൈക്ക് ആ റെസ്പോൺസിൽ പേഴ്സണൽ ഐഡന്റിഫൈങ് ഇൻഫർമേഷൻ വേണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് we can prevent the bot from disclosing any personal identifying information. Language detection identifies the language of text and returns the language code such as English in the language code EN ആണ്, അതായത് പിന്നെ സ്പാനിഷിൻ്റെ FR ആണ്, അതേപോലെ sentiment analysis and option minding. Identifies whether a text is positive or negative. Summarization. It summarizes the text by identifying most important information. Key phrase extraction. It extracts the main concepts from unstructured text. Fundamentals of question answering with language service. Conversational AI. It describes a solution that enables dialogue between AI agent and human. അതായത് ഒരു ബോട്ട് തന്നെ നമ്മളിപ്പോ ബോട്ടിന് ലൈക്ക് നമ്മളാണല്ലോ ഇന്ററാക്ട് ചെയ്യുന്നത്, ബോട്ട് ആണല്ലോ റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനാണ് കോൺവെർസേഷണൽ AI എന്ന് പറയാ. People can engage with bots through channels like web chat interfaces, email, social media platforms, and more. Azure AI's language answering feature provides you the ability to create conversational AI solution. Understanding question answering. Question answering, it supports natural language AI that require automated conversational element. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനീനെ കുറിച്ചിട്ട് ലൈക്ക് when this company will open, what are the services provided by company, അങ്ങനെ ലൈക്ക് യൂസേഴ്സ് ലൈക്ക് ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിനെ ട്രെയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണോ ട്രെയിൻ ചെയ്തത് അതേ ക്വസ്റ്റ്യൻ യൂസർ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ ബോട്ടിന് പറ്റും. Question answering application provides a friendly way for people to get answer to their questions and allows people to deal with queries at the time that suits them rather than office hours. Fundamentals of conversational language understanding. Azure AI language supports conversational language understanding. You can use conversational language understanding to build models that interpret the meaning of phrases in the conversational setting. Describe conversational language understanding. Utterance. Utterance is an example of something you might say. അതായത് ഇപ്പൊ നമ്മളിപ്പോ ലൈക്ക് ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ പോലെ തന്നെ ലൈക്ക് ഇതിപ്പം യൂസർ എന്തെല്ലാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അതല്ല ഒരു അട്രൻസ്. കൺസിഡർ ഹോം ഓട്ടോമേഷൻ സിസ്റ്റം. ആ ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ സാധാരണ ആ യൂസർ എന്തെല്ലാം പറയാ, പ്ലീസ് ടേൺ ഓൺ ദി ലൈറ്റ്, ടേൺ ഓഫ് ദി ഫാൻ, അങ്ങനെയെല്ലാം അതെല്ലാം അട്രൻസ് ആയിട്ട് കൂട്ടുക. എൻറ്റിറ്റീസ്. എൻറ്റിറ്റി ഇസ് ആൻ ഐറ്റം ടു വിച്ച് അട്രൻസ് റെഫർ. അപ്പൊ ഇപ്പൊ സ്വിച്ച് ദി ഫാൻ ഓൺ, ഇതിൻ്റെ അകത്ത് ഫാൻ ആണ് എൻറ്റിറ്റി എന്ന് പറയാ.
like the subject which is being referred, or turn on the light. ഇതിൻ്റെ അകത്ത് light ആണ് entity. Intent refers the purpose or goal expressed in user's utterance. For example, uh, like the intent is to turn on the device. അതായത് like എന്ത് purpose ആണ് അവിടെ ഇതിപ്പോ എന്താണ് യൂസറിന്റെ ആവശ്യം, എന്ത് purpose ആണ്, like സ്വിച്ച് ദി ഫാൻ ഓൺ, അതിൻ്റെ അകത്ത് ഓൺ ആക്കുമല്ല വേണ്ടത്. അപ്പം ഇന്റന്റ് എന്ന് വെച്ചാൽ ഓൺ. സോ ഇൻ എ CLU application you might define the turn on intent that is related to this utterance. Describe conversational language understanding. Azure AI's language conversational language understanding feature enable you to author a language model to use for prediction, define entities, intents and utterance. അത് നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റിൽ എന്തെല്ലാം ഇന്റന്റ്, എന്തെല്ലാം utterance അതെല്ലാം. പിന്നെ publish a model for client application to handle user input and return responses. Azure resources for conversational language understanding. Azure AI language. It builds the apps with advanced NLP, which is used for authoring and prediction. Azure AI service includes conversational language understanding along with other service, which is it's mainly used for prediction. ഓത്തറിംഗിനകത്ത് എന്തെല്ലാം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എൻറ്റിറ്റീസ് ഇന്റന്റ് എല്ലാം ക്രിയേറ്റ് ആക്കാൻ പറ്റും. പിന്നെ പ്രീബിൽഡ് ഡൊമെയിൻസ് അല്ലെങ്കിൽ കസ്റ്റം ഇന്റൻസോ എൻറ്റിറ്റീസോ ക്രിയേറ്റ് ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള മോഡൽ ഇല്ലേ, അത് ഓത്തർ ചെയ്യണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ലാംഗ്വേജ് സ്റ്റുഡിയോ. നമുക്ക് നമ്മുടെ ഡേറ്റേൻ്റെ അകത്ത് തന്നെ എന്തെല്ലാം സാമ്പിൾ അട്ടറൻസ് അതെല്ലാം കൊടുത്തിട്ട് മോഡൽ ട്രെയിൻ ചെയ്യാൻ പറ്റും. Train your model with sample utterance, iteratively test, update, and retrain to improve the accuracy. Predicting. You can publish your application for a prediction score, use predicted intents and entities to derive actions. Fundamentals of Azure AI speech. Introduction. AI speech capabilities enables us to manage home and automated systems with voice instruction, get answers from computers for spoken questions, generate captions from audio, and much more. To enable this kind of interaction, AI system must support two capabilities: speech recognition. അതെന്ന് വെച്ചാൽ ഇതിപ്പോ സ്പീച്ച് ഡിറ്റക്ട് ആക്കാൻ പറ്റിയിട്ട് അത് ഇന്റർപ്രിറ്റ് ആക്കാൻ പറ്റണം. ഇതിപ്പോ ഞാനിപ്പോ ഇതിപ്പോ സംസാരിക്കുന്നുണ്ടല്ലോ, ഞാനിപ്പം സംസാരിക്കുന്നത് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റണം, ഏത് ഭാഷയാന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയാം. സ്പീച്ച് സിന്തസിസ് എന്ന് പറയാം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന. ഇൻപുട്ട് എന്താന്ന് മനസ്സിലായാലല്ലേ ഇപ്പൊ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. Azure AI speech provides speech to text and text to speech and speech translation capabilities through speech recognition and synthesis. You can use pre-built or you can train your custom speech models. Azure AI സ്പീച്ചിന്റെ ഇത് സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർട്ട് ആക്കാനും ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർട്ട് ആക്കാനും പിന്നെ സ്പീച്ചിനെ ട്രാൻസ്ലേറ്റ് ആക്കേണ്ട കേപ്പബിലിറ്റീസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഓൾറെഡി കുറെ എക്സിസ്റ്റിംഗ് മോഡൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടിക്ക് നിങ്ങളെ സ്വന്തമായ ഒരു മോഡൽ ട്രെയിൻ ചെയ്തിട്ട് യൂസ് ആക്കാനും പറ്റും. Understand speech recognition and synthesis. Speech recognition, it takes the spoken words, convert it into data that can be processed, often by transcribing it into text. The spoken words can be in form of recorded voice, audio file, or live audio from a microphone. The speech patterns are analyzed in audio to determine the recognizable patterns and it is mapped to വേർഡ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി കൊടുത്തെന്ന് വിചാരിക്കുക, അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ടല്ലോ, അതെല്ലാം ഈ സ്പീച്ച് റെക്കഗ്നിഷന്റെ സർവീസ് ആണ്. ആൻഡ് acoustic model that to accomplish this, software typically uses multi-model, including ഇത് acoustic model that converts the audio signal into phenome. Phenome എന്ന് വെച്ചാൽ representation of specific sound ആണ്.
ഫോണറ്റിക്സ്. പിന്നെ ലാംഗ്വേജ് മോഡൽ വേണം. അത് എന്ന് വെച്ചാൽ ഈ സ്പെസിഫിക് സൗണ്ട് ഉണ്ടല്ലോ, അതിനെ വേർഡുമായിട്ട് മാപ്പ് ആക്കണം. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോറിതമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് ലൈക്ക് നമ്മൾ കൊടുത്ത ടെക്സ്റ്റിൽ ലൈക്ക് മോസ്റ്റ് ഒക്കറിങ് വേർഡ്സിനെല്ലാം വെച്ചിട്ട് it can generate. The recognized words are typically converted into text, which you can use for various purposes, such as providing closed captions for recorded or live video, creating a transcript of phone call or meeting. പിന്നെ automated note dictation use ചെയ്യാം. Determining intended user input for further processing. Speech synthesis എന്ന് വെച്ചാല് ഇപ്പൊ ലൈക്ക് യൂസറിന്റെ ഇൻപുട്ട് ഉണ്ടല്ലോ, ആ ഇൻപുട്ടിന്റെ ബേസിസിൽ നമുക്കിപ്പോ എന്തെങ്കിലും ജനറേറ്റ് ആക്കണല്ലോ ഔട്ട്പുട്ട്, അതാണ് സ്പീച്ച് സിന്തസിസ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് വോക്കലൈസിംഗ് ഡേറ്റ ബൈ കൺവേർട്ടിംഗ് ടെക്സ്റ്റ് ടു സ്പീച്ച്. A speech synthesis solution typically requires the text to be spoken, the voice used to vocalize the speech. To synthesize speech, the system typically tokenizes the text, break into individual sound, assign phonetic sound to word. It breaks phonetic transcription, and so on. Uh, get started with speech on Azure. Speech to text. You can use Azure AI speech to text API to perform real-time or batch transcription. Real-time transcription എന്ന് വെച്ചാൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ ആ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലെ ട്രാൻസ്ക്രിപ്ഷൻ തന്നെ അല്ലേ. പിന്നെ ബാച്ച് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട്, ലൈക്ക് യു ഡോണ്ട് നീഡ് റിയൽ ടൈം ട്രാൻസ്ക്രിപ്ഷൻ. സോ ലൈക്ക് യു ക്യാൻ ഓപ്റ്റ് ഫോർ ബാച്ച് ട്രാൻസ്ക്രിപ്ഷൻ. The model used by speech-to-text API is based on universal language model that was trained by Microsoft. ഇതെല്ലാം ആ മൈക്രോസോഫ്റ്റ് ഒരു ഡെഡിക്കേറ്റഡ് മോഡൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സൽ ലാംഗ്വേജ് മോഡൽ എന്നാണ് അതിനെ പറയാ. The data for the model is Microsoft owned and it is deployed to Microsoft Azure. ആ മൈക്രോസോഫ്റ്റ് ഈ ആഷ്വർ വെച്ചിട്ട് തന്നെയാണ് ഈ മോഡൽ ട്രെയിൻ ആക്കിയിട്ടുള്ളത്. Get started with speech on Azure. Real-time transcription. Real-time speech to text allows you to transcribe text in audio stream. You can use real-time transcription for presentation, demos, or any other scenario when a person is speaking. In order for real-time transcription, you your application need to listen for incoming audio from a microphone or other audio input source such as audio file. Your application code streams the audio to service and returns the transcribed text. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, ഓർ ലൈക്ക് അപ്പം അതിന് വീഡിയോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, വീഡിയോ ഏത് ലാംഗ്വേജിലാണ് ഉള്ളതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. Like it should be able to interpret what's being spoken in the video. Batch transcription. Not all speech to text scenarios are real time. You might have audio recordings stored on a file share, a remote server, or even the storage. You can point to audio file with shared access signature. Batch transcription should be run in asynchronous manner because the batch jobs are scheduled for best effort basis. Normally, a job starts executing within minutes of request, but there is no estimate for a job changes into running state. അതായത് നിങ്ങൾക്ക് റിയൽ ടൈം ട്രാൻസ്ക്രിപ്ഷൻ വേണ്ടാത്തടുക്കെല്ലാം നിങ്ങൾക്ക് ബാച്ച് ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാം. നിങ്ങളെ കയ്യിൽ ഓൾറെഡി ഒരു ഫയൽ ഉണ്ട്, ആ ലൈക്ക് ഒരു റെക്കോർഡിംഗ് ഉണ്ട്, ആ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ബാച്ച് ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാം. Text-to-speech API enables you to convert text into speech, which can be either be played directly through a computer or written to an audio file. അതായത് നിങ്ങൾക്ക്
ഡൗൺലോഡ് നിങ്ങളിപ്പം ടെക്സ്റ്റിനെ സ്പീച്ചിലേക്ക് കൺവേർട്ട് ആക്കി ആ ഫയൽ വേണ്ടിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ക്ലൗഡിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. Speech synthesis voice. When you use text to speech API, you can specify the voice which is used to vocalize the text. This capability offers you the flexibility to personalize your speech synthesis solution and give it a specific character. നിങ്ങൾക്ക് ഒന്നിക്കിൽ ലൈക്ക് നിങ്ങൾ കസ്റ്റം വോയിസ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആഷ്വറിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഇൻബിൽഡ് വോയിസസ് അവൈലബിൾ ആണ്. ആ വോയിസസ് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മളിപ്പോ ഒരു ടെക്സ്റ്റിനെ സ്പീച്ചിലേക്ക് കൺവേർട്ട് ആക്കുമ്പോൾ വോയിസ് വേണമല്ലോ. അതിന് നിങ്ങൾ സ്വന്തം വോയിസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമായ വോയിസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് യു ക്യാൻ യൂസ് ദി പ്രീ ബിൽഡ് വോയിസസ് വിച്ച് ആർ അവൈലബിൾ. ഈ ആഷ്വർ സ്പീച്ച് ബേസ്ഡ് സർവീസസ് എല്ലാം നമുക്ക് ആഷ്വർ സ്പീച്ച് സ്റ്റുഡിയോയിൽ പെർഫോം ചെയ്യാൻ പറ്റും. Fundamentals of language translator. The language translation is the process of converting text or a speech from one language to other. അതായത് ഞാനിപ്പോ എൻ്റെ ഡോക്യുമെന്റിലുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്, എനിക്ക് അതിനെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്നെല്ലാം പറയുന്നത്. This involves understanding the meaning and context of the source language accurately, conveying that the target language. Here are some important points about the language translation. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൺ ദി പ്രോഗ്രാം പിന്നെ യൂസ് ലൈക്ക് യു സ്റ്റാർട്ട് റണ്ണിങ്. ആ റൺ എന്ന് പറഞ്ഞ വേർഡ് രണ്ട് സെന്റൻസിനകത്തും ലൈക്ക് it has different meanings. So like our language translator must be able to interpret those meanings. Run the program എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ദി കോഡാണ്. പിന്നെ യു സ്റ്റാർട്ട് റണ്ണിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടാൻ തുടങ്ങിക്കോ. ഇതിന് രണ്ടിനും രണ്ട് മീനിങ് ആണ്. സോ ലൈക്ക് അവർ ട്രാൻസ്ലേറ്റർ മസ്റ്റ് ബി ഏബിൾ ടു ഇന്റർപ്രറ്റ് ദോസ് മീനിങ്. സോഴ്സ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഏത് ലാംഗ്വേജിലാണോ ആ ടെക്സ്റ്റ് ഉള്ളത്, ഇറ്റ് ക്യാൻ ബി എ ടെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി എ സ്പീച്ച്. ഏത് ലാംഗ്വേജിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് ആ ടെക്സ്റ്റ് ഉള്ളത്. പിന്നെ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഏത് ലാംഗ്വേജിലേക്കാണ് നമുക്ക് കൺവേർട്ട് ആക്കേണ്ടത്. ട്രാൻസ്ലേഷൻ വേഴ്സസ് ഇന്റർപ്രിട്ടേഷൻ. Translation refers to converting a text from one language to other. Interpretation എന്ന് വെച്ചാൽ ലൈക്ക് സൈൻ ലാംഗ്വേജിനുണ്ടല്ലോ, ലൈക്ക് സൈൻ ലാംഗ്വേജിന്റെ മീനിങ്ങിനെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേറെ ലാംഗ്വേജിലോട്ടേക്ക് കൺവേർട്ട് ആക്കാം. ഇറ്റ് റെഫേഴ്സ് ടു the oral or sign language conversion of a spoken or signed communication from one language to other. Literal and semantic translation. The early attempts at a machine translation applied literal translation. A literal translation, each word is translated to corresponding word in the target language. അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, യു സ്റ്റാർട്ട് റണ്ണിങ്, റൺ ദി പ്രോഗ്രാം. ആ റൺ എന്ന് പറഞ്ഞ വേർഡിന് രണ്ടിന്റെ ആ ടു കോണ്ടെക്സ്റ്റിലും ടു ഡിഫറെന്റ് മീനിങ് ആണുള്ളത്. സോ ലൈക്ക് ലിറ്ററൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ റണ്ണിനെ ഇംഗ്ലീഷിൽ ലൈക്ക് ഇപ്പൊ മലയാളത്തിലോട്ട് കൺവേർട്ട് ആക്കുന്നുണ്ടെങ്കിൽ ഓട്. ആ രണ്ട് സെന്റൻസിലും ഇതേ സെയിം മീനിങ് ഉപയോഗിക്കും. സോ ലൈക്ക് ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വിൽ നോട്ട് ബി ദാറ്റ് ആക്യുറേറ്റ്. അതാണ് ലൈക്ക് ഏർലി മെത്തേഡ്സ് ഓഫ് മെഷീൻ ട്രാൻസ്ലേഷൻ. Text and speech translation. Text translation can be used to translate documents from one language to other, translate email communication that come from different sources. Uh, Many times you see a translate option for post on social media, like നമ്മളിപ്പോ ഒരു ലൈക്ക് വിക്കിപീഡിയയിൽ എടുത്ത് അതിന്റെ സോഴ്സ് ഇപ്പൊ ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ലൈക്ക് ഡിഫറെന്റ് ലാംഗ്വേജിലേക്ക്. അതാണ് ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സ്പീച്ച് ട്രാൻസ്ലേഷൻ, ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ലേറ്റ് ബിറ്റ്വീൻ സ്പോക്കൺ ലാംഗ്വേജ്. Understand translation in Azure. Microsoft provides Azure AI service that support translation
Azure AI Translator Service. അത് AI Translator Service കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ പറ്റും. AI Speech Service കൊണ്ട് നമുക്ക് സ്പീച്ച് ടു സ്പീച്ച് ട്രാൻസ്ലേഷൻ പറ്റും. Azure AI Translator. It is Azure AI Translator is easy to integrate with the application. ഇതെന്ന് വെച്ചാൽ ന്യൂറൽ മെഷീൻ ട്രാൻസ്ലേഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്. It It analyzes the semantic context of text and renders more accurate and complete translation as a result. അതിപ്പോ ജസ്റ്റ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ലൈക്ക് കൺസിഡർ ദോസ് എക്സാമ്പിൾ ഐ ran run the program you start running അതിന്റെ അകത്തെല്ലാം like literal translation it won't produce a meaningful result. Semantic എന്ന് വെച്ചാൽ semantic context എന്ന് വെച്ചാൽ like what's the context which is used here. അതിന്റെ ആദ്യത്തെ സെന്റൻസിൽ റൺ എന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ആണ്, രണ്ടാമത്തെ സെന്റൻസിനകത്ത് റൺ എന്ന് വെച്ചാൽ റൺ തന്നെ ഓടുക അതാണ്. Azure AI Translator support text to text translator. ഇത് currently like it supports more than 130 languages. Azure AI Speech. You can use Azure AI Speech to translate spoken audio from a streaming source such as microphone or audio file and return the translation to text as audio stream. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോറേജിലുള്ള ഏതെങ്കിലും MP3 ഫയല് അല്ലെങ്കിൽ നിങ്ങൾ മൈക്രോഫോൺ വെച്ചിട്ട് പറയുന്നത് you can use those things and those files and like you can translate it from the source language to target language. As with AI translator, you can specify one source language and one or more target language to which your speech should be translated. Currently, the translator supports, like I mean, the Azure translator, speech translator supports over 90 languages. Getting started with translation in Azure. ഈ Azure AI ട്രാൻസ്ലേറ്ററിന്റെ കേപ്പബിലിറ്റീസ് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ അതിൽ used for quick and accurate text translation in real time across all supported regions. Document translation. അതായത് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സിന് വേറെ ഒറിജിനൽ ലൈക്ക് സോഴ്സ് ലാംഗ്വേജ് ലൈക്ക് യുവർ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. കസ്റ്റം ട്രാൻസ്ലേഷൻ അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ലേഷൻ സിസ്റ്റംസ് ബിൽഡ് ആക്കാൻ പറ്റും. Azure AI application programming interface offers some optional configuration. നമുക്ക് ഫൈൻ ട്യൂൺ പേർപ്പസിന് വേണ്ടിയിട്ട് AI ട്രാൻസ്ലേറ്ററിൻ്റെ അകത്ത് ഈ പ്രൊഫാനിറ്റി ഫിൽറ്ററിങ്ങും സെലക്റ്റീവ് ട്രാൻസ്ലേഷനും ഉണ്ട്. Profanity levels are typically culture specific, but you can control profanity translation either by marking the translated text such as profane or omitting it in the result. അതായത് നമുക്കിപ്പോ വേണ്ടാത്തതിന് ടെക്സ്റ്റിനെല്ലാം like you can omit it. Then selective translation. You can tag the content which you don't want to translate. Mm. Getting started with translation in Azure, speech translation with Azure AI Speech. Azure AI Speech കൊണ്ട് നമുക്ക് സ്പീച്ചിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ആക്കാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് you can convert text to speech. You can translate the speech. Now let's move on to the demo part. ഇന്ന് നമ്മൾ Azure Speech Studio Azure Language Studioന്റെ capabilities ആണ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ portal.azure.com പോവുക. എന്നിട്ട് you need to create language resource and as well as speech resource. ഈ ലാംഗ്വേജ് റിസോഴ്സ് എന്തിനാന്ന് വെച്ചാൽ ലൈക്ക്
ലാംഗ്വേജ് സ്റ്റുഡിയോയിലുള്ള കേപ്പബിലിറ്റീസിനെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് എ ലാംഗ്വേജ് സർവീസ്. കസ്റ്റം ക്വസ്റ്റ്യൻ ആൻസറിങ്. റിസോഴ്സ് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ആക്കി വെച്ച റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ആക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ അടിച്ചിട്ട് ക്രിയേറ്റ് ന്യൂ റിസോഴ്സ് region or name, like you need to give a name. Pricing tier, like you can use free as well as standard. Free 5K transaction per 30 days ഏ ഉള്ളൂ. Standard plan ആവുമ്പം like 1K calls per minute ഉണ്ട്. Region, like you should use choose the region wisely, because ഞാൻ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞല്ലോ ഇപ്പൊ റീജിയന്റെ ബേസിസിലാണ് ബില്ലിംഗ് ചെയ്യാന്ന്. പിന്നെ ലൈക്ക് യു നീഡ് ചില സർവീസസ് എല്ലാം എല്ലാ റീജിയനിലും ഉണ്ടായിന്ന് വരൂല. ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ കൺസിഡർ ഞാനൊരു ഈസ്റ്റ് യു എസ് എന്ന് പറഞ്ഞ റീജിയനിൽ ഇത് ക്രിയേറ്റ് ആക്കിയെന്ന്. ചിലപ്പോ എല്ലാ സർവീസസും ഈസ്റ്റ് യു എസിൽ റീജിയനിൽ അവൈലബിൾ ആവണമെന്നില്ല. സോ ലൈക്ക് യു നീഡ് ടു ചേഞ്ച് ദി റീജിയൻ അക്കോർഡിംഗ്ലി. Like storage account name should be always unique. Either to responsible AI notice, then hit review plus create. If the validation is successful, your resource will be created. Okay, quota limit വന്നിട്ട് I'm going with standard tier. നിങ്ങൾക്കിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഈ ആഷറിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോപ്പൈലറ്റിനോട് ചോദിക്കാം. ഇറ്റ് വിൽ എക്സ്പ്ലെയിൻ വിത്ത് കോപ്പൈലറ്റ്. ഇതിപ്പം ഈ റിസോഴ്സ് ക്രിയേറ്റ് ഡിപ്ലോയ്മെന്റ് ഇൻ പ്രോഗ്രസ്. ഇത് കുറച്ച് ടൈം എടുക്കും ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഞാനിത് മുന്നേ ക്രിയേറ്റ് ആക്കി വെച്ചതാണ്. Then you can get started with Language Studio. ഇതിൻ്റെ അകത്ത് like you can try out all the services which are being available. Extract information, extract personally identifiable information. നിങ്ങൾക്ക് ഒന്നിക്കൽ ഇടാ എന്തെങ്കിലും നമ്മളെ ഫയൽ അപ്ലോഡ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്തെല്ലാന്ന് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നെയിം, ദിയർ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ എന്തെങ്കിലും പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഡിറ്റക്ട്. ഇതിപ്പം നമുക്ക് ഒന്നിക്കൽ നിങ്ങൾക്ക് യു ക്യാൻ അപ്ലോഡ് ദി ടെക്സ്റ്റ് ഫയൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ കാണുന്ന സാമ്പിൾസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ടെസ്റ്റ് ആക്കുകയും ചെയ്യാം. ഇത് കണ്ട ഇത് എല്ലാം ഡീറ്റെയിൽ ലൈക്ക്
ഈ റിസൾട്ടിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഡേറ്റും ടൈമും അതെല്ലാം ഡിറ്റക്ട് ആക്കി, പേഴ്സൺ ടൈപ്പ് എല്ലാം ഡിറ്റക്ട് ആക്കി, പിന്നെ ഓർഗനൈസേഷൻ എല്ലാം ഡിറ്റക്ട് ആക്കി, അങ്ങനെ എല്ലാ പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷനും ഡിറ്റക്ട് ആക്കി. ലൈക്ക് സി നിങ്ങൾക്കിപ്പോ ഇതെല്ലാം നിങ്ങളെ like if you have written some piece of code and you want to integrate this service അങ്ങനെയല്ലാകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഈ API കീ ഉണ്ടല്ലോ, API കീ ഈ എൻഡ് പോയിന്റും പിന്നെ ഈ കീയും വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർഗ്രേറ്റ് ആക്കാൻ പറ്റും നിങ്ങളുടെ കോഡിൽ, പ്രൊവൈഡഡ് ദാറ്റ് യു ഇമ്പോർട്ട് നെസസറി ഹെഡർ. എല്ലാ നിങ്ങൾക്ക് ഇപ്പോൾ കോഡിന്റെ അകത്ത് നിങ്ങളെ കോഡിൽ ഇന്റർഗ്രേറ്റ് ആക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ ഡോക്യുമെന്റേഷനിൽ പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കീ ഫ്രേസസ്, അതായത് മോസ്റ്റ് ഒക്കറിങ് ഫ്രേസസ്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെ കോളേജിനെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇതിന്റെ അകത്ത് ഇതെല്ലാം കീ ഫ്രേസ് ആണ്. LBS കോളേജ്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ലൈക്ക് മുളിയാർ പഞ്ചായത്ത്, കാസർഗോഡ് ഡിസ്ട്രിക്ട്, ആ 52 ഏക്കർ, പിന്നെ അങ്ങനത്തെ പ്രോഗ്രാംസ്, ഇതെല്ലാം കീ ഫ്രേസസ് ആണ് ഇതിന്റെ അകത്തുള്ളത്. A key phrase extraction API evaluates unstructured text, and for each JSON document, it returns a list of key phrases. It is useful if you need to quickly identify the main points from your text. Find linked entity. അതായത് ഇപ്പൊ like it will link the result to Wikipedia sites. ഇതാ ഇതിപ്പോ എല്ലാം വിക്കിപീഡിയ സൈറ്റ് ആയിട്ട് ലിങ്ക് ആക്കിയിട്ടുണ്ട്. Extract named entities, like we can select this. ഈ നമ്മളിപ്പം കൊടുത്ത സാമ്പിളിലെ named entities ഇതെല്ലാം, like it has detected it. ഇത് ഡേറ്റ് ആണ്, ഇത് പേഴ്സൺ ടൈപ്പ് ആണ്, ഇത് ഓർഗനൈസേഷൻ ആണ്, അങ്ങനെല്ലാം ഡിറ്റക്ട് ആക്കിയിട്ടുണ്ട് അത്. Extract health information. Like ഇത് കണ്ട, ഇതിപ്പോ നമ്മളിപ്പോ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഇതിന്റെ ടൈം, പിന്നെ ലൈക്ക് ഡയഗ്നോസിസ് ഡീറ്റെയിൽസ്, ഏജ്, അങ്ങനത്തെ എല്ലാം ഇപ്പൊ മെഡിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം യു ക്യാൻ എക്സ്ട്രാക്ട്. ഇതെല്ലാം കസ്റ്റം നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നിഷൻ. അതായത് ഇപ്പം നിങ്ങളിപ്പോ പേഴ്സൺ ടൈപ്പ്, ഓർഗനൈസേഷൻ, ഡേറ്റ് ആൻഡ് ടൈം, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങളെ സ്വന്തം എൻറ്റിറ്റീസ് എന്തെങ്കിലും ക്രിയേറ്റ് ആക്കണമെങ്കിൽ യു ക്യാൻ ട്രൈ ഔട്ട് ദിസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഹെൽത്ത്, ലൈക്ക് നിങ്ങളെ ഹെൽത്ത് കെയർ മോഡൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ യു നീഡ് ടു ഐഡന്റിഫൈ ദി സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിസീസ്, യു നീഡ് ടു ഐഡന്റിഫൈ ദി വാക്സിൻ നെയിം, അങ്ങനത്തെ എന്തെങ്കിലും ലൈക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത എൻറ്റിറ്റീസ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഓഫ് അഡ്മിഷൻ, യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദോസ്
with the pre-built entities, you can go creating with new entities. പിന്നെ ക്ലാസിഫൈഡ് ടെക്സ്റ്റ്, അതായത് സെന്റിമെന്റിനെല്ലാം എക്സ്ട്രാക്ട് സെന്റിമെന്റ് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോഡക്റ്റ്, ഈ സാമ്പിൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. I bought a sizes and it fit perfectly. I found the zipper little bit difficult to get up and down due to the side rushing. The color and material are beautiful in person, amazingly comfortable. അതായത് ഇതിപ്പോ like this sentence is gonna be positive, more positive. ഇവിടെ ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്, അത്രേ ഉള്ളൂ. Like we can see the result. See the 75% positive ആണ്, 25% negative ആണ് ഈ sentence. Detect language. ഇതിപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഡിറ്റക്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോ ഇതിൻ്റെ അകത്തുള്ളത് ടെസ്റ്റ് ആക്കാം. ഇതും പിന്നെ ഇതിപ്പോ ഞാൻ ചൈനീസും ഇംഗ്ലീഷാണ് യൂസ് ആക്കിയിട്ടുള്ളത്. സോ ലൈക്ക് ഇതിൻ്റെ അകത്ത് ഡോമിനേറ്റിംഗ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ലൈക്ക് it has detected English with 100% confidence score. നമുക്കിപ്പോ മിക്സ്ഡ് ലാംഗ്വേജ് ടെസ്റ്റ് ആക്കാം. ലൈക്ക് ഇതിൻ്റെ അകത്ത് ലൈക്ക് പല ലാംഗ്വേജസ് ഉണ്ട്. ലൈക്ക് സ്പാനിഷ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. 99% സ്പാനിഷ് ആണെന്നാണ് ഇത് പറയുന്നത്. A custom text classification, like you can train a classification model to classify text with your own data. പിന്നെ sentiment analysis, ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഈ you are not satisfied with this model, you can go try creating new model. പിന്നെ understand conversational language solution. ആൻസർ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം നമ്മളൊരു ഡോക്യുമെന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ട് വിചാരിക്കുക. ലൈക്ക് യു നീഡ് ടു ക്രിയേറ്റ് എ ബോട്ട് വിത്ത് ടു ആൻസർ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ലൈക്ക് അതിനെ അതിനെ പഠിപ്പിക്കാൻ പറ്റും. ഈ ലൈക്ക് at what time these companies gonna open എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അതിനോട് 9:30 പറയാൻ പറഞ്ഞാല് it will give user that response. ഇതിപ്പം ഞാനിപ്പോ LBS കോളേജിനെ കുറിച്ചിട്ടുള്ള ലൈക്ക് ഒരു ChatGPT ജനറേറ്റഡ് റെസ്പോൺസ് ആണ് സാമ്പിൾ ആയിട്ട് ടെസ്റ്റിംഗിന് കൊടുക്കാൻ പോകുന്നത്. ഇനി enter a question like where is the, like it has generated the answer, it has given the answer. See, അത് കാസർഗോഡ് എന്ന് പറഞ്ഞ് ജനറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് Q&A മേക്കർ ട്രൈ ചെയ്യാം. ഞാനൊന്ന് ട്രൈ ചെയ്തതുണ്ട്. ഇതിന് നമുക്ക് ആഡ് സോഴ്സ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു കമ്പനിക്ക് ബോട്ട് ഉണ്ടാക്കണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനീന്റെ ഫയലെല്ലാം അപ്ലോഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഫയലിനെ വെച്ചിട്ട് ലൈക്ക് യു ക്യാൻ ഗിവ് ദി ഡീറ്റെയിൽസ് what time company is gonna open അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞാൽ ലൈക്ക് ദി ബോട്ട് വിൽ വർക്ക് എഫിഷ്യന്റ്ലി. This e-service is different from generative AI. We will discuss how it's different
on day 6. ഇതിന്റെ ഇന്റലിജൻസ് വെച്ചിട്ട് like it has generated 290 question pad. ഇപ്പൊ എന്നിട്ട് നമുക്ക് ഇതിപ്പോ ടെസ്റ്റ് ആക്കുകയും ചെയ്യാം. ലൈക്ക് ഇതിപ്പം ഈ ഞാനിപ്പോ അപ്ലോഡ് ആക്കി കൊടുത്ത സോഴ്സ് എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിംഗ് ടെക്സ്റ്റ്. നമുക്ക് ബിടെക് പഠിക്കാനുണ്ടാവുമല്ലോ സി പ്രോഗ്രാമിംഗ്, അതിന്റെ ടെക്സ്റ്റ് ബുക്കാണ് അപ്ലോഡ് ആക്കി കൊടുത്തത്. ഉം. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ററാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം. അതിന്റെ ആൻസർ തന്നിട്ട, ഇല്ലസ്ട്രേഷൻ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നിട്ട, എക്സാമ്പിൾസ് എല്ലാം. ഇതാ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് മോഡൽ നിങ്ങൾ ക്രിയേറ്റ് ആക്കുക. ദെൻ സമ്മറൈസ് ടെക്സ്റ്റ്, അതായത് ഇപ്പം നമ്മളിപ്പോ ഒരു ഡോക്യുമെന്റ് കൊടുത്ത് ആ ഡോക്യുമെന്റിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, അതിനെ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒന്നിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ അപ്ലോഡ് ദി ടെക്സ്റ്റ് ഫയൽ. ഞാനിപ്പോ നമ്മളെ കോളേജിനെ കുറിച്ചിട്ട് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. ഇത് ജനറേറ്റ് ആക്കിയ സമ്മറി നോക്കിയേ, ജസ്റ്റ് റീഡ് ത്രൂ ഇറ്റ്. ഇതിന്റെ മെയിൻ ലൈക്ക് എക്സ്ട്രാക്റ്റീവ് സമ്മറിയും എബ്സ്ട്രാക്റ്റീവ് സമ്മറിയും ഉണ്ട്. ലൈക്ക് സി ബുള്ളറ്റ് പോയിന്റ്സിൽ എക്സ്ട്രാക്റ്റീവ് സമ്മറി ജനറേറ്റ് ആക്കിയിട്ടുണ്ട്. എബ്സ്ട്രാക്റ്റീവ് സമ്മറി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. I'm not trying this resource because like I am ഈ റിസോഴ്സിന് ഈ കസ്റ്റം ട്രാൻസ്ലേറ്റർ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീ കൊടുക്കണം. ലൈക്ക് ഐ കാൺട്ട് റിവീൽ മൈ കീ പബ്ലിക്ലി, സോ യു ഗൈസ് ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. സോ നമ്മൾ ലാംഗ്വേജ് സ്റ്റുഡിയോയിലുള്ള എല്ലാ കേപ്പബിലിറ്റീസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്പീച്ച് സ്റ്റുഡിയോ കാണാം. ഇതെല്ലാം സ്പീച്ച് സ്റ്റുഡിയോന്റെ സ്പീച്ച് ടു ടെക്സ്റ്റ്, പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച്, പിന്നെ വോയിസ് അസിസ്റ്റന്റ്, ഇതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീച്ച് ടു ടെക്സ്റ്റ് ട്രൈ ഔട്ട്. Like let I'm testing this. കണ്ട ഇതിപ്പം I'm testing this. നമുക്കിപ്പോ പ്ലേ ആക്കുകയും ചെയ്യാം. പിന്നെ ലൈക്ക് യു ക്യാൻ try out the Whisper model in Azure OpenAI service. പിന്നെ batch speech to text, അതായത് ഞാൻ പറഞ്ഞല്ലോ ബാച്ച് സ്പീച്ച് ടു ബാച്ച് പ്രോസസ്സിംഗ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ റിയൽ ടൈം അല്ലാത്തത്, നിങ്ങളെ കയ്യിൽ സ്റ്റോർ ആക്കിയ ഒരു ഫയലിനെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഒരു MP3 ഫയൽ ഇല്ല, സോ ഐ എം നോട്ട് ഗോയിങ് ത്രൂ ഇറ്റ്. പിന്നെ അതേപോലെ തന്നെ യു ക്യാൻ സ്റ്റാർട്ട് എ കസ്റ്റം സ്പീച്ച് പ്രോജക്ട്, ആ പ്രൊനൗൺസിയേഷൻ അസസ്മെന്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇത് നോക്കുക, ലൈക്ക്
ഇതിനകത്തുള്ള സാമ്പിൾ ടുഡേ വാസ് എ ബ്യൂട്ടിഫുൾ ഡേ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടേക്കിംഗ് ലോങ് വാക്ക് ഔട്ട്സൈഡ് മോർണിംഗ് the countryside was in full bloom yet the air was crisp and cold towards the end of the day clouds came in forecasting much needed rain. Today was a beautiful day. We had a great time taking a long walk in the ഇത് കണ്ടാലേ ഇതിപ്പം ഇവിടെ എറർ ഉണ്ട് എന്നെല്ലാം ഇതിപ്പം മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഇറ്റ് ക്യാൻ ഡിറ്റക്ട് മിസ്പ്രൊനൗൺസിയേഷൻ omissions insertions unexpected breaks missing break. morning. The countryside was in full bloom, yet the air was crisp and cold. Towards end of the day, clouds came in, forecasting much needed rain. Like then it can give you a score assessment score pronunciation ഈ MP3 ഫയലിന് pronunciation score 88% ആണ് ഇത് 92% accurate ആണ് completeness score fluency score so on. It can give you the detailed assessment. Now like speech translation. Mm, like let me translate something into Malayalam. Today is a sunny day. I don't know what to do. I'm feeling so hot. I feel like having an ice cream. See, like it has turned from English to Malayalam. Today is a sunny day. I don't know what to do. Then നിങ്ങൾക്കിപ്പോ ഇത് ട്രാൻസ്ലേഷൻ സ്പീക്ക് ഔട്ട് ചെയ്യണ്ടെങ്കിൽ സ്പീക്ക് ഔട്ട് ചെയ്യുക. ഇതിന്റെ അകത്ത് ഇപ്പം ഇൻബിൽഡ് ആയിട്ട് കൊടുത്ത ഒരു വോയിസ് ഉണ്ട് ലൈക്ക് ശോഭന ന്യൂഡൽ എന്ന് പറഞ്ഞ ലൈക്ക് ടുഡേ ഇസ് let me try one more. How are you? Hope you are doing well. ഇത് പ്ലേ ചെയ്യുക. ലൈക്ക് ഇത് ടെക്സ്റ്റ് ടു സ്പീച്ച് സർവീസസ് ആണ്. ലൈക്ക് വോയിസ് ഗാലറി ഇതിന്റെ അകത്ത് കുറേ ലൈക്ക് വോയിസസ് ഉണ്ട്. ആ വോയിസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Let's see this. നമ്മളിപ്പോ നമ്മളെ കോളേജ് LBS College of Engineering, Kasaragod, established in 1993, is affiliated with APJ Abdul Kalam Technological University. The college is named after Lal Bahadur. കസ്റ്റം വോയിസ് നമുക്കിപ്പം സ്വന്തമായ വോയിസ് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ലൈക്ക് ഓഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ
Like you can also tune this one. LBS College of Engineering, Kasaragod. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ആക്കുകയും ചെയ്യാം. ഉം. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ലൈക്ക് യു ക്യാൻ ക്രിയേറ്റ് അവതാർ. ലൈക്ക് ഇതിൻ്റെ അകത്ത് പ്രീ ബിൽഡ് ആയിട്ട് കുറെ അവതാർ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ യു ക്യാൻ ട്രൈ ഔട്ട് യു ക്യാൻ ക്രിയേറ്റ് യുവർ കസ്റ്റമൈസ്ഡ് വൺ. LBS College of Engineering, Kasaragod. ഇത് കുറച്ച് ടൈം എടുക്കും ഇത്. ലൈക്ക് ജസ്റ്റ് വെയിറ്റ് 1 or 2 minutes. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ട്രൈ ഔട്ട് ആക്കി ഞാൻ കാണിച്ചു തരാം. LBS College of Engineering, Kasaragod, established in 1993, is affiliated with APJ Abdul Kalam Technological University. The college is named after Lal Bahadur Shastri, a former Prime Minister of India. It is located in Muliar Panchayat, Kasaragod district, and spans over 52 acres. The college offers undergraduate, B.Tech, programs in 6 branches: Electronics and Communication Engineering, ECE, Computer Science and Engineering, CSE, Mechanical Engineering, ME, Electrical and Electronics Engineering, EE, Information Technology, IT, and Civil Engineering, CE. Additionally, it offers a postgraduate program in Computer Science and Engineering, CSE. LBS So that marks the end of the demo.
And in conclusion, like today we have discussed about Azure Speed Service and Azure Language Services. We have seen the demonstration of Azure Language Studio and Azure Speed Studio. So that's all for today's session. Any doubts? How can we create our own model? Okay. How can we create our own model? Like ഏത് മോഡൽ ലൈക്ക് അടുത്താളാണോ ചോദിച്ചത്? Yes, using our own voice, that is. Okay, I will show you. ഇതിപ്പോ ആഷർ സ്പീഡ് സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത്. ആഷർ സ്പീഡ് സ്റ്റുഡിയോയില് കസ്റ്റം അവതാർ കാണുന്നുണ്ടല്ലോ. യു ക്യാൻ സ്റ്റാർട്ട് ക്രിയേറ്റ് യുവർ കസ്റ്റം അവതാർ. ഇത് ലൈക്ക് ലിമിറ്റഡ് ആക്സസ് ആണ്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ലൈക്ക് യു നീഡ് ടു അപ്ലൈ ഫോർ ദി ആക്സസ് ബൈ ഫില്ലിംഗ് വൺ ഫോം. ഇതൊരു 10 ദിവസത്തിനുള്ളിൽ വെരിഫൈ ആയിട്ട് വരും. അത് വെരിഫൈ ആയാലും നിങ്ങൾക്ക് ഇതിന് ആക്സസ് കിട്ടും. അതിന് ആക്സസ് കിട്ടിയാൽ നിങ്ങളത് ഒരു ഇമേജും പിന്നെ നിങ്ങൾ അതിനുള്ള വോയിസ് ഓവറും കൂടി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും വേണ്ടിയിട്ട് കോൺഫിഗർ ആക്കാൻ പറ്റും. ലൈക്ക് ഐ ക്യാൻ ഷോ യു ദിസ്. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ അതിന് ആക്സസ് കൊടുത്തിട്ടില്ല കസ്റ്റം അവതാറിന്. ലൈക്ക് യു ക്യാൻ ചേഞ്ച് ദി ബാക്ക്ഗ്രൗണ്ട് ഓൾസോ. ലൈക്ക് ഇതിനു വേണ്ടി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. പിന്നെ ലൈക്ക് യു ക്യാൻ ചേഞ്ച് ദി വോയിസ് ഓൾസോ. ലൈക്ക് ഇങ്ങനെ വോയിസ് നിങ്ങളെ കസ്റ്റം വോയിസ് ഇതിന്റെ അകത്ത് അപ്ലോഡ് ആക്കാൻ പറ്റും വൺസ് യു ഗെറ്റ് ദി ആക്സസ്. സോ ഹോപ്പ് യുവർ ഡൗട്ട് ഇസ് ക്ലിയർ. Any further questions? യെസ് ഗൈസ്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. So let's conclude the session. So today we had an amazing session. എന്ത് പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് ഇമോജി എങ്കിലും ഒന്നിട്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? അതാണ്. അപ്പം നല്ല സെഷൻ ആയിരുന്നു. എങ്ങനെ നമുക്ക് അഷ്യൂർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് പറയുന്ന ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാന്നുള്ള ഒരു നല്ല സെഷൻ ശ്രേയ എടുത്തു തന്നു. സോ ഇത് വെറുതെ ഓണാക്കി വെച്ച് പിന്നെ വേറെ പരിപാടിക്ക് പോകുന്ന പോലെ ഇത് കേട്ടെങ്കിൽ കാര്യമില്ല. വൈ ഐ ആം എംഫസൈസിങ് ദിസ് ഈസ് എൻ്റെ മൈൻഡിൽ വരുന്ന കുറച്ച് കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് നിങ്ങളിപ്പം പ്ലേസ്മെൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്, പ്രീ പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലെ. അപ്പം അതിനകത്ത് അവർ ഇതുപോലെ ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് പ്രതീകൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരോടും ചോദിച്ചു നോക്കാം. അപ്പം ഇവർ എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ലൈക്ക് AI ML അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയും. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഇവർ നോക്കുന്നത് അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്വിക്ക് തിങ്കിങ് ആണ്. അപ്പം ഇതൊന്നും നിങ്ങൾക്ക് തലേ ദിവസം പഠിച്ചിട്ട് പോകാൻ പറ്റിയൊരു സാധനമല്ല ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ട ഇതുപോലെ ചോദിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം 2-3 ഡേയ്സ് കൊണ്ട് നമ്മൾ കുറേ ടോപ്പിക്സ് പഠിച്ചു, കുറേ തിയറി കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു. ML എന്താ, OCR എന്തുവാ, പിന്നെ അതുപോലെ കുറേ കാര്യങ്ങൾ NLP എന്തുവാ. അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരും. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടെ ഈ ഒരു സെഷൻസ് ഒക്കെ കാണുക. അറ്റ്ലീസ്റ്റ് ലിങ്ക്ഡിൻ പ്രീമിയത്തിന് വേണ്ടി അല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ നോളജ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് കാണുക. എന്തായാലും നിങ്ങൾ ഞാനാണെങ്കിൽ പോലും വായിക്കാറൊന്നുമില്ല, വായനാശീലമൊക്കെ കുറവാണ്.
അപ്പം ഇതുപോലെയുള്ള സെഷൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു എവരി വൺ ഫോർ അറ്റൻഡിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതർവൈസ് യു ക്യാൻ ലീവ്. Do you recommend any books? ലൈക്ക് ബുക്സ് ഇതിന് പഠിക്കാൻ പറ്റിയ ബുക്സ് ഒന്നുമില്ല. ലൈക്ക് ഇതെല്ലാം ലൈക്ക് നമ്മളിപ്പോ എങ്ങനെ മൈക്രോസോഫ്റ്റ് ലേൺ എന്ന് പറഞ്ഞ കണ്ടന്റ്സിന് ലൈക്ക് ഐ വിൽ ഷോ യു MS ലേൺ. ഇതിനായിട്ടുള്ള ഈ മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡിനെല്ലാം ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ട്രെയിനിങ് ഓൺലൈൻ ട്രെയിനിങ് ഇത് പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഇത് യു ക്യാൻ ഗോ ത്രൂ ദിസ്. ലൈക്ക് ഇത് കണ്ട ഇൻട്രൊഡക്ഷൻ ടു പവർ ഷെൽ എന്താ, മൈക്രോസോഫ്റ്റ് ആഷർ ഫണ്ടമെന്റൽസ് എന്താ, ഇതാണ്. പിന്നെ ബുക്സ് ഒന്നും ഞാൻ അങ്ങനെ ഐ ഡോണ്ട് സജസ്റ്റ് എനി ബുക്സ്. ലൈക്ക് അത്ര നല്ല ബുക്സ് ഒന്നും ഇല്ല. പിന്നെ ഉള്ള ബുക്സ് തന്നെ ലൈക്ക് പാക്കറ്റ് പബ്ലിഷേഴ്സ് കുറെ ആഷറിന്റെ ബുക്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ടു കോസ്റ്റ്ലി. ആൻഡ് പിന്നെ ബുക്സിന്റെ ഇതെന്ന് വെച്ചാൽ ഇതിപ്പോ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആക്കി. ഇതെല്ലാം നവംബറിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത്. ലൈക്ക് ബുക്സ് പിന്നെ അപ്ഡേറ്റ് ആവില്ലല്ലോ ഇപ്പം. സോ ലൈക്ക് I would recommend this to blindly follow this Microsoft Learn. Is it free? Yeah, it's free. Okay. Any doubts? So hope no doubts. Once again, thank you all for attending this session. Hope you had some benefit. See you in the upcoming session. So till then, bye.